അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സുന്ദരൻ പക്ഷിയെ നിങ്ങൾക്കറിയാമോ? കടലിന്റെ കോമാളികൾ അല്ലെങ്കിൽ കടൽ തത്തകൾ എന്ന് വിളിക്കപ്പെടുന്ന പഫിനുകൾ ആണിവ. അവരുടെ വിചിത്രമായ രൂപം, പാരിസ്ഥിതിക പങ്ക് എന്നിവ അവരെ പക്ഷികളുടെ ലോകത്ത് വേറിട്ടു നിർത്തുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് ചുറ്റും കാണപ്പെടുന്ന ഈ പക്ഷികൾക്ക് ചടുലമായ കൊക്കുകൾ, കറുപ്പും വെളുപ്പും കലർന്ന തൂവലുകൾ, തിളക്കമുള്ള ഓറഞ്ച് വെബ്ഡ് പാദങ്ങൾ എന്നിവയാൽ പഫിനുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ബ്രീഡിംഗ് സീസണിൽ അവരുടെ കൊക്കുകൾ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ളതായി മാറുന്നു. അത് സീസൺ അവസാനിക്കുമ്പോൾ മങ്ങുന്നു. അവയുടെ കൊക്കുകൾ പ്രതീകാത്മകമാണെങ്കിലും പഫിനുകൾ ചെറിയ പക്ഷികളാണ്. സാധാരണയായി 25 മുതൽ 30 സെന്റിമീറ്റർ വരെ ഉയരവും ചിറകുകൾ നിവർത്തിയാൽ ഏകദേശം 21 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളവും ഏകദേശം 500 ഗ്രാം ഭാരവുമുണ്ട്. അവരുടെ ഒതുക്കമുള്ള ശരീരം കടലിലെ ജീവിതത്തിന് തികച്ചും അനുയോജ്യമാണ്. പഫിനുകൾ കാഴ്ചയിൽ മാത്രമല്ല, അസാധാരണമായ നീന്തൽക്കാരും മുങ്ങൽ വിദഗ്ധരുമാണ്. വെള്ളത്തിനടിയിൽ നീന്താൻ പറക്കുന്ന പോലെ തന്നെ അവർ ചിറകുകൾ ഉപയോഗിക്കുന്നു. മത്തി, മണൽ, ഈൽ തുടങ്ങിയ മത്സ്യങ്ങളെ തിരയുന്നതിനാണ് പഫിനുകൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നത്. പഫിനുകളുടെ കൊക്ക് പ്രത്യേക രീതിയിൽ ഉള്ളതാണ്. വെഡ്സ് പോലുള്ള ചീളുകൾ ആയിട്ടാണ് ഇവയുടെ കൊക്കുകൾ ഉള്ളത്. ഈ ചീളുകൾ കനം കൂടിയ തൊലിയെന്ന് തോന്നിക്കുന്ന മസിലുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. കൊക്കിന്റെ ഉൾഭാഗത്തെ മുകൾ ഭാഗവും നാവും പിന്നിലേക്ക് കോണുകളുള്ള മുള്ളിനെ പോലെയാണ്. ഒന്നിലധികം മീനുകളെ കൊക്കിൽ പിടിക്കുന്നതിനായി ഇത് സഹായിക്കുന്നു. പാറക്കെട്ടുകളിലും തീരപ്രദേശങ്ങളിലും പഫിനുകൾ താമസിക്കാറുണ്ട്. പലപ്പോഴും ദ്വീപുകളിലും കടൽത്തീരങ്ങളിലും കൂട്ടമായി കോളനികൾ ആയി വസിക്കുന്നു. ഇങ്ങനെ കോളനികൾ ഉണ്ടാകുന്നത് പ്രജനനകാലത്താണ്. ഇണകളോട് വളരെ വിശ്വാസ്തരായ ഇവർ മാളങ്ങളുണ്ടാക്കിയാണ് മുട്ട ഇടുന്നത്. ഒരു പ്രജനനകാലത്ത് ഒരു മുട്ട മാത്രമേ ഇടൂ. മുട്ട വിരിയിക്കാൻ മാതാപിതാക്കൾ മാറി മാറി അടയിരിക്കുന്നു. പഫിനുകൾ നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. താറാവിന്റേതുപോലെ വിരലുകൾ പരസ്പരം കണക്ട് ചെയ്ത വെബ്ഡ് പാദങ്ങൾ കൊണ്ട് ഇവർ അടിവച്ചു നടക്കുന്നു. എന്നാൽ മണിക്കൂറിൽ 88 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഇവർ മിനിറ്റിൽ 400 തവണ വരെ ചിറകുകൾ വീശുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അമിത മത്സ്യബന്ധനം, ആവാസവ്യവസ്ഥയുടെ അസ്വസ്ഥത എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികൾ പഫിനുകൾ അഭിമുഖീകരിക്കുന്നു. കടലിലെ താപനിലയിലെ മാറ്റങ്ങളും മത്സ്യലഭ്യതയും അവയുടെ ഭക്ഷണ വിതരണത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് വെല്ലുവിളിയായി മാറുന്നു. പഫിൻ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനായി സുസ്ഥിര മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കുന്നതിനുമായി പല പ്രദേശങ്ങളിലും സംരക്ഷണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.